ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സൂചി ഗോതമ്പ് കൊണ്ട് അടിപൊളി ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അത് രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഉരുളി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഗോതമ്പ് ഞാൻ 3 തവണ കഴുകി നല്ലതുവണ്ണം കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അല്പസമയം വെച്ചതാണ്. എന്നിട്ട് ഇത് നല്ലതുവണ്ണം ഇതിൻ്റെ വെള്ളമൊക്കെ മാറുന്നിടം വരെ നല്ലതുവണ്ണം ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുവണ്ണം ഇതിൻ്റെ വെള്ളമയൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലതുവണ്ണം ചൂടായി കഴിയുമ്പോൾ വെള്ളമയെല്ലാം നല്ലതുവണ്ണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ വരുന്ന ഒച്ചയില്ലേ, അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കും. ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസാണ്. അപ്പോൾ ഈ ഒരു പരുവായി. ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഉരുളി തന്നെ സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അത് സ്റ്റൗ ഓണാക്കാം. ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. അപ്പോഴേക്കും കടുകൊക്കെ നല്ലതുവണ്ണം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലേശം കശുവണ്ടിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. കപ്പലണ്ടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കാതെ ചൂടാകാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ഉണക്കമുളക് ചെറുതായിട്ട് കഷ്ടിച്ചാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുവണ്ണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാളയാണ്, അതുപോലെ തന്നെ 3 പച്ചമുളക്, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ടേച്ച് ഇത് നല്ലതുവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും ചെറിയ തീയിൽ തന്നെ വേണം നമുക്ക് ചെയ്യാൻ. കാരണം വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടിയും ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാരറ്റോ ബീൻസോ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതും കൂടി ഒന്ന് നല്ലതുവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ഏത് ഗ്ലാസ്സിനാണ് അളന്നെടുത്തത് ആ ഗ്ലാസ്സിന് തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഒരുപാട് കുഴഞ്ഞു പോവും. വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ ഒരുപാട് താമസം എടുക്കും. അതുപോലെ തന്നെ കുഴഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിപ്പോവും. അതുകൊണ്ട് എടുത്ത ഗ്ലാസ്സിന് നമ്മൾ 3 ഗ്ലാസ് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലതുവണ്ണം തിളയ്ക്കാനായിട്ട് കാത്തിരിക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യാം നമുക്ക്. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. കറക്റ്റ് ഉപ്പാണ്.
ഇതിന് ശേഷം നമുക്കിനി നമ്മുടെ ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുകൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 8 മിനിറ്റെങ്കിലും ഇരുന്ന് അപ്പോഴേക്കിത് വെള്ളമെല്ലാം പറ്റി നല്ലതുവണ്ണം വെന്ത് കിട്ടിയിരിക്കും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാനിതിനു മുമ്പ് 2 പ്രാവശ്യം തുറന്ന് നല്ലതുവണ്ണം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. വീഡിയോയിൽ എന്താകുന്നത് കൊണ്ടാണ് അതൊന്നും നമ്മൾ കാണിക്കാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായൊരു ഉപ്പുമാവാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.